ഒരു കഥയാണ്. കഥയുടെ പേര് രാമുവിൻ്റെ ചായക്കട. ഇതിൻ്റെ അവസാന ഭാഗം. അങ്ങനെ രാമുവിൻ്റെ ചായക്കട ഒരു ചെറിയ ഹോട്ടലായി മാറി. ഹോട്ടലിന് ഒരു പേരും നൽകി, ചന്ദ്രു ഹോട്ടൽ. ചന്ദ്രേട്ടൻ്റെയും കൂട്ടുകാരുടെയും ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ചന്ദ്രു എന്ന പേരിട്ടത്. ഹോട്ടലിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവാറുണ്ട്. രാവിലെ 6 മണിക്ക് കട തുറന്ന രാത്രി 10 മണി വരെയും ആളുകൾ വന്നും പോയും ഇരിക്കും. അതിൽ കുറച്ച് പേർ സ്ഥിരക്കാരാണ്. ഹോട്ടലിൻ്റെ അടുത്തുള്ള സ്കൂളിലെ അധ്യാപകർക്ക് ചായയും ഊണും അവിടുന്നാണ്. ആ സ്കൂളിലെ 10ാം ക്ലാസ്സിലാണ് രാമുവിൻ്റെ മകൻ ദാമു പഠിക്കുന്നത്. ദാമുവിൻ്റെ ശരിക്കുള്ള പേര് ദാമോദരൻ എന്നാണ്. പക്ഷേ അവനെ അറിയുന്നവരെല്ലാവരും ദാമു എന്ന് വിളിക്കും. ദാമു ആണ് അവൻ്റെ സ്കൂളിലെ ക്ലാസ് ലീഡർ. അവൻ ക്ലാസ്സിൽ ഫസ്റ്റാണ്. അത് കഴിഞ്ഞാൽ പിന്നെ രമണിയും രമേശും. ഇവർ സെക്കൻഡ് ലീഡർമാർ. ഇവർ 3 പേരും നല്ല ഫ്രണ്ട്സാണ്. പഠിപ്പിൽ മോശമായിട്ടുള്ള കുട്ടികൾക്ക് ഇവർ 3 പേരും കൂടിയാണ് സംശയങ്ങൾ തീർത്തു കൊടുക്കുന്നത്. ഇതിൽ രമണിയുടെയും രമേശിൻ്റെയും അച്ഛനും അമ്മയും ജോലിക്കാരാണ്. അതുകൊണ്ട് ആ ഒരു അഹങ്കാരം ചെറുതായിട്ട് അവർക്കുണ്ട്. പക്ഷേ ദാമുവിന് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. എന്തെങ്കിലും പറഞ്ഞാൽ ദാമു പറയും, എൻ്റെ അച്ഛനും നല്ലൊരു ജോലിക്കാരനാണ് എന്ന്. ഇവർ ഇടയ്ക്ക് രാമുവിൻ്റെ ഹോട്ടലിൽ വന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാറുണ്ട്. ഒരു ദിവസം രാമു ചോദിച്ചു, മക്കളെ, പരീക്ഷ എടുക്കാറായില്ലേ? പഠിപ്പെല്ലാം എവിടെ എത്തി? 10ാം ക്ലാസ് ആണ്. ഇനി നിങ്ങൾ വേണം അടുത്തത് ഏത് കോളേജിൽ പഠിക്കണം, എന്തിനു ചേരണം എന്നൊക്കെ തീരുമാനിക്കാൻ. അപ്പോൾ രമണി പറഞ്ഞു, ഞങ്ങളതൊക്കെ പരസ്പരം ചോദിക്കാറുണ്ട്. എന്തായാലും പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരട്ടെ, എന്നിട്ട് നോക്കാം. നിങ്ങൾ ദാമുവിനെ കൂടെ കൂട്ടണേ, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. ആ ശരി അച്ഛാ. അങ്ങനെ ഊണ് കഴിഞ്ഞ് അവർ തിരിച്ച് സ്കൂളിലെത്തി. ക്ലാസ് ടീച്ചർ വന്നു. എല്ലാവരോടും 10ാം ക്ലാസ്സിലെ പരീക്ഷയെക്കുറിച്ചും പഠിക്കണ കാര്യത്തെക്കുറിച്ചും ആ സ്കൂളിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം ഇനിയുള്ള പഠിപ്പിനെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും ടീച്ചർ കുട്ടികളായിട്ട് പങ്കുവച്ചു. അങ്ങനെ പരീക്ഷ തുടങ്ങി. എല്ലാവരും പഠിത്തത്തിൽ മുഴുകിയിരുന്നു. പരസ്പരം കാണാൻ തന്നെ സമയമില്ല. അവസാന പരീക്ഷയും കഴിഞ്ഞു. എല്ലാവർക്കും സമാധാനമായി. പക്ഷേ എല്ലാവരും ഇനി പിരിഞ്ഞു പോവുകയാണല്ലോ എന്ന് കരുതി പലർക്കും വിഷമമായി. എല്ലാവരും ഓട്ടോഗ്രാഫ് എഴുതലും പരസ്പരം സ്നേഹവാക്കുകൾ പറഞ്ഞും ഒക്കെ ചെയ്ത് സ്കൂളിൽ നിന്ന് പിരിഞ്ഞുപോയി. അങ്ങനെ പഠിത്തത്തിൻ്റെ ടെൻഷനിൽ നിന്ന് കുറച്ച് ദിവസത്തേക്ക് എല്ലാവരും യാത്രയും കളിയും ചിരിയും ഒക്കെ ആയിട്ട് കഴിഞ്ഞു. ദാമു അവൻ്റെ അച്ഛനെ ഹോട്ടലിൽ സഹായിക്കാൻ നിന്നു. ഒരു ദിവസം രമണി അതുവഴി വന്നു. അവൾ ദാമുവിനോട് ചോദിച്ചു, എടാ, റിസൾട്ട് വരാറായില്ലേ? നീ എവിടെയാ ചേരണത്? നമ്മൾക്ക് 3 പേർക്കും ഒരേ കോളേജിൽ ചേരാം, നീ വരുമോ? ഉടനെ അവൻ സമ്മതം മൂളി. അങ്ങനെ റിസൾട്ട് വന്നു. എല്ലാവരും പാസ്സായി. ഈ 3 പേർക്കും A ഗ്രേഡും കിട്ടി. അവർ 3 പേരും ഒരേ കോളേജിൽ ചേരാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ 3 പേരും കുറച്ച് ദൂരെയുള്ള ഒരു കോളേജിൽ ചേർന്നു. എല്ലാവരും ഒരേ ഗ്രൂപ്പ് തന്നെ പഠിക്കാനും തീരുമാനിച്ചു. അങ്ങനെ അവർ കോളേജ് കുമാരന്മാരും കുമാരിയും ഒക്കെയായി മാറി. ദാമുവിൻ്റെ അച്ഛനും അമ്മയും അവനെക്കുറിച്ച് ചെറിയ ചെറിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. ഒരു ദിവസം രാത്രി അവർ ദാമുവിനോട് പറഞ്ഞു, നീ പഠിച്ച് നല്ല ഒരു ജോലി സമ്പാദിക്കണം. ഞങ്ങൾക്ക് വയസ്സായി വരില്ലേ, ഞങ്ങൾ 2 പേരും എത്ര കാലം പറ്റുമോ അത്രയും കാലം ഈ ഹോട്ടൽ നടത്തിക്കോളാം. പിന്നെ നിനക്ക് വേണമെങ്കിൽ നീ ഇത് തുടർന്ന് നോക്കിക്കോ. അവനെല്ലാം മൂളി കേട്ടുകൊണ്ടിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. അവൻ്റെ പഠിത്തവും കഴിഞ്ഞു. ഉടനെ തന്നെ അവനൊരു ഓഫീസിൽ ജോലി കിട്ടി. രമണിയും രമേശും തുടർന്ന് പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ 3 പേരും 3 സ്ഥലത്തായി. കോളേജിൽ പഠിക്കുന്ന കാലത്ത് രമണിക്ക് ദാമുവിനോട് ഒരു ഇഷ്ടം തോന്നിയിരുന്നു. പക്ഷേ ദാമുവിനോട് പറയാൻ ഒരു അവസരം കിട്ടാത്തതിനാൽ അവൾക്ക് മനസ്സിൽ സൂക്ഷിക്കേണ്ടി വന്നു അത്. ഇതിനിടയ്ക്ക് രമേശ് കൂടെ പഠിക്കണ രാജിയായിട്ട് സ്നേഹത്തിലായി. ഒരു ദിവസം രമണി ദാമുവിനെ കാണാൻ ഓഫീസിൽ പോയി. പക്ഷേ അന്ന് അവൻ ലീവിലായിരുന്നു. അവൾക്ക് സങ്കടമായി. അവൾ കൂടെ ജോലി ചെയ്യുന്ന ആളോട് വിവരങ്ങൾ തിരക്കി. അയാൾ അവന് ട്രാൻസ്ഫർ ആയ വിവരം പറഞ്ഞു. അവൾക്ക് ആകെ സങ്കടമായി. ഇനി എങ്ങനെ കാണും എന്ന് ആലോചിച്ച് അവൾ നടന്നു നീങ്ങി. കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ ഒരു സൈക്കിളിൻ്റെ ബെല്ലടി കേട്ടു. തിരിഞ്ഞു നോക്കി. ഇതാ ദാമു. അവൾക്ക് സന്തോഷമായി. അവൾ അവനെ ആകെ ഒന്ന് നോക്കി. അവൻ അവളെയും നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ പരസ്പരം ഒരു നിമിഷത്തേക്ക് എല്ലാം മറന്നുപോയി. ദാമു ചോദിച്ചു, നീ എന്താ ഇവിടെ? നിന്നെ ഒന്ന് കാണാൻ വന്നതാ. നിനക്ക് സുഖമല്ലേടാ? അവൾ വിവരങ്ങൾ തിരക്കിക്കൊണ്ടിരുന്നു. നിനക്ക് ജോലിയായോ? അവൻ ചോദിച്ചു. ആ, ആയി. കുറച്ച് ദൂരെയാണ്. തിങ്കളാഴ്ചയാണ് ജോയിൻ ചെയ്യേണ്ടത്. നിന്റെ കല്യാണം കഴിഞ്ഞോ? ഞാൻ കരുതി നിന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന്. നീ എന്താ ഒന്നും മിണ്ടാത്തെ? അവൾ വിചാരിച്ചു, ഇതൊരു നല്ല സന്ദർഭമാണ്. ഞാൻ എൻ്റെ പ്രേമം തുറന്നു പറഞ്ഞാലോ? ഇനിയും പറഞ്ഞില്ലെങ്കിൽ ഇവനെ എനിക്ക് നഷ്ടപ്പെടും. അങ്ങനെ അവൾ പറയാൻ തീരുമാനിച്ചു. എടാ, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് സംസാരിക്കാം.
അങ്ങനെ അവർ ഒരു കോഫി ഷോപ്പ് എത്തി. എങ്ങനെ തുടങ്ങണം എന്നറിയാതെ അവൾ ആകെ വിഷമിച്ചു. ഉടനെ തന്നെ അവൾ രമേശിൻ്റെ പ്രേമത്തെക്കുറിച്ച് ദാമുവിനോട് പറഞ്ഞു. ഉടനെ ദാമു ചോദിച്ചു, നിനക്ക് ആരെയും കിട്ടിയില്ലേ? അവൾ പറഞ്ഞു, ഉണ്ട്, പക്ഷേ അയാൾക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് അറിയില്ല. ആരാ അത്? അവൻ ചോദിച്ചു. അവൾ തല താഴ്ത്തി കയ്യിലെ കാപ്പി ഗ്ലാസും പിടിച്ച് പറഞ്ഞു, നീ തന്നെ. അവൻ ആകെ ഒന്ന് അവളെ നോക്കി, എന്നിട്ട് ചോദിച്ചു, എന്നെയോ? നിന്റെ അച്ഛനും അമ്മയും ഇത് അറിയുമോ? നിനക്ക് ഇഷ്ടമാണോ എന്നറിയാതെ എങ്ങനെയാ പറയുക? അവൾ തിരിച്ചു ചോദിച്ചു. ഞാൻ ഞായറാഴ്ച പുതിയ ജോലിസ്ഥലത്തേക്ക് പോവുകയാണ്. നീ എനിക്ക് ഒരു മറുപടി തരണം, അവൾ പറഞ്ഞു. സ്കൂളിൽ പഠിക്കണ കാലത്ത് 2 പേർക്കും ഇഷ്ടമായിരുന്നു. പക്ഷേ 2 പേരും എങ്ങനെ പറയും എന്നറിയാതെ ഇരിക്കുകയായിരുന്നു. എല്ലാ ദിവസവും കാണാനുള്ള മോഹം കൊണ്ടാണ് ഒരേ കോളേജിൽ പഠിക്കാൻ തന്നെ തീരുമാനിച്ചത്. അപ്പോഴും അവർ പറയാതെ മനസ്സിൽ ഒതുക്കി നടന്നു. അവൻ ചോദിച്ചു, ഞാൻ എഴുതിയ ഓട്ടോഗ്രാഫ് നീ വായിച്ചേർന്നില്ലേ? അതിൽ എൻ്റെ സ്നേഹത്തെക്കുറിച്ച് നിനക്ക് ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? ഉടനെ അവൾ അതിലെ വാചകങ്ങൾ മനസ്സിലോർത്തു. അങ്ങനെ അവർക്ക് 2 പേർക്കും സന്തോഷമായി. കോഫി ഷോപ്പിൽ വച്ച് അവർ എല്ലാം മറന്ന് കെട്ടിപ്പുണർന്നു. 2 പേരും ആ സുന്ദര നിമിഷങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് വീട്ടിലേക്ക് പോയി. അവരുടെ പ്രണയം പൂവണിക്കാൻ തുടങ്ങി. അവർ ഇടയ്ക്കിടയ്ക്ക് ഒത്തുകൂടാൻ ആ കോഫി ഷോപ്പ് തിരഞ്ഞെടുത്തു. അവർ 2 പേരും വീട്ടിൽ വിവരങ്ങൾ പറഞ്ഞു. രമണിയുടെ വീട്ടുകാർ അവർക്ക് നല്ല ആലോചനകൾ നടത്തിയിരുന്നു. ദാമുവിൻ്റെ കുടുംബവുമായിട്ട് ഉള്ള ആലോചന രമണിയുടെ വീട്ടുകാർക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ അവൾ ഇതിൽ തന്നെ ഉറച്ചു നിന്നു. ദാമുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്തു വേണമെന്നറിയാത്ത അവസ്ഥയായി. രമണിയുടെ വീട്ടുകാർ ഒരു കാര്യത്തിൽ ശഠിച്ചു നിന്നു. കല്യാണം കഴിഞ്ഞ ദാമുവിൻ്റെ വീട്ടിൽ അവളെ നിർത്താൻ പറ്റില്ല. 2 പേരും അത് സമ്മതിച്ചു. അങ്ങനെ കല്യാണം കഴിഞ്ഞു. 2 പേർക്കും അടുത്തടുത്ത ഓഫീസിൽ തന്നെയായിരുന്നു ജോലി. അവർ അവിടെ തന്നെ ഒരു വാടക വീടെടുത്ത് അങ്ങോട്ട് താമസം മാറ്റി. ദാമുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും അത് വലിയ വിഷമമായി. എന്ത് ചെയ്യാം, മക്കൾ വളർന്നാൽ നമുക്ക് എപ്പോഴും അടുത്ത് കിട്ടില്ലല്ലോ. അവർ സ്വയം പറഞ്ഞ് സമാധാനിക്കാൻ തുടങ്ങി. ഒരു ദിവസം രാമുവിന് നല്ല പനി വന്നു. രാമു ഭാര്യയും കൂടി ആശുപത്രിയിൽ പോയി. ഡോക്ടർ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവരാകെ എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമത്തിലായി. അമ്മ ദാമുവിനെ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു. അവൻ ഓഫീസിൽ നിന്നും 2 ദിവസം ലീവ് എടുത്ത് വന്നു. ഇത് രമണിയുടെ വീട്ടുകാർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അച്ഛനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആക്കി അവൻ അച്ഛനെ വീട്ടിലാക്കി ഉടനെ തന്നെ ജോലിസ്ഥലത്തേക്ക് പോയി. രമണി സാവധാനത്തിൽ ദാമുവിനോട് പറഞ്ഞു, അച്ഛനും അമ്മയ്ക്കും വയസ്സായില്ലേ? ഇനി ഇതുപോലെ ആവശ്യങ്ങൾ വന്നാൽ നമുക്ക് എപ്പോഴും പോയി നോക്കാൻ പറ്റുമോ? അതുകൊണ്ട് ആ ഹോട്ടലും പറമ്പും വിറ്റ് അവരെ ഇങ്ങോട്ട് കൊണ്ടുപോരാം. സഹായത്തിന് ഒരാളെ വെച്ചാൽ മതിയല്ലോ. ദാമുവിനും അത് ശരിയാണെന്ന് തോന്നി. അവൻ ഒരു ദിവസം അച്ഛനോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. അവർക്ക് അവിടം വിട്ടു പോകുന്ന കാര്യം ആലോചിക്കാൻ കൂടി വയ്യായിരുന്നു. ചെറുപ്പം മുതലേ ഉള്ള ചായക്കടിയും കൂട്ടുകാരും അല്ലേ. അങ്ങനെ എന്തു ചെയ്യും എന്നറിയാതെ അച്ഛനും അമ്മയും ആകെ വിഷമത്തിലായി. ഒരു ദിവസം അടുത്ത വീട്ടിലെ സരോജിനി വിവരങ്ങൾ തിരക്കാൻ വന്നു. ദാമുവിൻ്റെ അമ്മ അവൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം സരോജിനിയോട് പറഞ്ഞു. സരോജിനി അവരുടെ അഭിപ്രായം പറഞ്ഞു. എന്താണോ, എൻ്റെ മകനും എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് ഈ പരിസരം വിട്ടു പോയാൽ സമാധാനം കിട്ടുമോ? നമ്മളൊക്കെ പഴയ ആൾക്കാരല്ലേ. അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോണ്ട, നമുക്ക് ഇവിടെ കഴിയാം. ഇത് കേട്ടപ്പോൾ ദാമുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും സമാധാനമായി. അങ്ങനെ അവർ ആ പഴയ മണ്ണിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. പക്ഷേ ദാമു അതിനെ സമ്മതിച്ചില്ല. അവൻ ആ ഹോട്ടലും പറമ്പും വിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവിടം വിറ്റ് പുതിയ ഒരു സ്ഥലത്തേക്ക് അച്ഛനും അമ്മയും പോയി. അവരുടെ ആ പഴയ ജീവിതം ഇനി ഉണ്ടാവില്ലല്ലോ എന്നോർത്ത് അവർ എപ്പോഴും സങ്കടപ്പെട്ടിരുന്നു. മകൻ്റെയും കുടുംബത്തിൻ്റെയും കൂടെയുള്ള ജീവിതം അവർക്ക് കൂട്ടിൽ അടച്ച കിളിയെ പോലെയായി. അങ്ങനെ അവർ പഴയ ഓർമ്മകളെ താലോലിച്ചുകൊണ്ട് ഇനി എത്ര നാൾ എന്ന കണക്കുകൂട്ടലിൽ മകൻ്റെയും കുടുംബത്തിൻ്റെയും കൂടെ താമസം തുടങ്ങി. എന്നും ഓർത്തെടുക്കാൻ പറ്റുന്ന ഓർമ്മകളുമായി അവർ അവിടെ കാലം കഴിച്ചുകൂട്ടി. അങ്ങനെ രാമുവിൻ്റെ ആ ഹോട്ടൽ അവർക്ക് എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ മാത്രമുള്ള ഒരു ഹോട്ടൽ മാത്രമായി മാറി. എൻ്റെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു.